ഹലോ നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ ടൂർ പ്രോഗ്രാമിൻ്റെയൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് മൃഗശാലയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ കുമ്മളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മുടെ ജോബിൻ പാസ്റ്ററിൻ്റെ ഏരിയയാണ് ഇടുക്കി കുമ്മളി. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല വിശപ്പൊക്കെ തോന്നി, ചൂട് മന്തിയൊക്കെ കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. ഇതിനിടയ്ക്ക് നല്ലൊരു കിടിലൻ സ്പോട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനെ ജോബിൻ പാസ്റ്ററിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ കിടന്നു ഉറങ്ങി. നേരം വെളുത്തു. രാവിലെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ ആ കിഡിലോസ്കി ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. ഇടുക്കി ജില്ലയിലെ കുമ്മളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും കട്ടപ്പനയിലേക്ക് പോകുന്ന വഴിക്ക് 6 മൈൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ അതിന് 6 മൈൽ കവല എത്തുന്നതിന് തൊട്ട് മുമ്പ് സെൻട്രൽ കവല എന്ന് പറയുന്ന ചെറിയൊരു കവലയുണ്ട്. ആ കവലയിൽ നിന്നും വലത്തേക്ക് കിടക്കുന്ന ആ റോഡിൽ ഒരു 2 കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോൾ ഈ സ്പോട്ട് കൊണ്ടാണ് ആ റോഡ് നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു പ്ലേസാണ്. യാത്ര ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാർ ഈ റൂട്ടിലൊക്കെ കറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്പോട്ടിൽ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഒരിക്കലും നഷ്ടമാവില്ല. അപ്പം ഈ ലോക്കലിലുള്ള ആളുകൾക്കൊക്കെ ഈ സ്പോട്ടിനെ പറ്റി അറിയാം. ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കുന്നതാണ്. എങ്കിലും വെളിയിൽ നിന്നൊക്കെ വരുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇത്രയും പറയുന്നത്. കേരള തമിഴ്നാട് ബോർഡറാണ്. താഴെ തമിഴ്നാടാണ് കാണുന്നത്. അവിടെ കൃഷിയിടങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. സൂക്ഷിച്ച് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യണം. ഞങ്ങൾ സ്ഥിരമായിട്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയും സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പം നല്ല സ്പോട്ടൊക്കെ നല്ലതായിട്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വേഗത്തിൽ ഇറങ്ങുന്നതും പാറയുടെ മുകളിലൊക്കെ കയറുന്നതൊക്കെ. ആദ്യമായിട്ട് വരുന്നവർ അത് നോക്കിയും കണ്ടും ശ്രദ്ധിച്ചൊക്കെ വേണം കൈകാര്യം ചെയ്യാനെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എൻ്റെ വൈഫൊക്കെ ആദ്യമായിട്ടാണ് ഈ സ്പോട്ട് കാണുന്നത്. അപ്പം അവൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അഭിമോൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അഭിമോളൊക്കെ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടാവും. ജോബിൻ പാസ്റ്ററിൻ്റെ വീട് അടുത്തായതുകൊണ്ട് വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് വന്നിട്ടുണ്ടാവും. എങ്കിലും ഞങ്ങൾക്ക് അത്ര വലിയ ഇതൊന്നും തോന്നില്ല. ഞങ്ങൾ കാരണം അതുപോലെ വന്ന് ഇരിക്കുകയും ഈ സ്ഥലം ഓരോ മുക്കും പോലെയും കാണാപ്പാടമായതുകൊണ്ട് നമുക്ക് അത്ര ഇത് തോന്നിയില്ലെങ്കിലും അവർക്ക് ഭയങ്കര സന്തോഷമായി. എങ്കിലും ഒരു മടുപ്പും വരാത്ത രീതിയിൽ ഇപ്പോഴും അതിൻ്റെ ആ മനോഹാരിത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതും ഇവിടെ തന്നെ ഉണ്ട്. പോകുന്ന വഴിക്ക് നല്ല ഒരു റേസിങ്ങൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അതും ഇഷ്ടപ്പെടും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ജോബിൻ പാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ബാല്യകാല സുഹൃത്ത് ജോബിൻ പാലക്കനെ ഒന്ന് കാണണം. അവനെ കണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അവിടുന്ന് പോകണമെന്നാണ്. ഇതാണ് നമ്മുടെ ജോബിൻ പാലക്കൻ. അവൻ്റെ വീട്ടിൽ അവനുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടു. നേരെ തിരിച്ച് ജോബിൻ പാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വന്നു. അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കട്ടപ്പന വള്ളക്കടവിലുള്ള ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കടുങ്കാപ്പി കുടിക്കാൻ വേണ്ടി ആമയാർ കഴിഞ്ഞ് പുളിയമലയ്ക്കും ഇടയ്ക്കായിട്ട് കാർമേലിയ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പെട്ടിക്കട കണ്ടു. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തി ഒരു കടുങ്കാപ്പിയൊക്കെ കുടിച്ചു. പോളിയോ ബാധിച്ച് കാല് തളർന്നുപോയ ഒരു മനുഷ്യനാണ്. രതീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തീർച്ചയായിട്ടും ഇതിലെ വരുന്ന നമ്മുടെ നല്ല കൂട്ടുകാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ വള്ളക്കടവിലെത്തിയിരിക്കുകയാണ്. വള്ളക്കടവ് സെൻറ്റ് ആൻ്റണീസ് ചർച്ചാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ 10-13 ദിവസത്തെ ടൂർ പ്രോഗ്രാം ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്രാ മധ്യത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ തരികയും ഒക്കെ ചെയ്ത നല്ലവരായ കൂട്ടുകാരോടും ബന്ധുക്കളോടും ഒരു കിഡിലോസ്കി നന്ദി പറയുകയാണ്. അപ്പം വീണ്ടും ഞങ്ങളൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.